ഗുഡ് മോർണിംഗ് ബോയ്സ്. ഇന്ന് നമ്മളൊരു 50 കിലോമീറ്റർ ചായ അടിക്കാൻ പോവാണ്. ചായ കയ്യിലെടുത്തിട്ടുണ്ട്. നമ്മളെ ചായവാല ടീംസിൻ്റെ കടക്ചായ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ഉണ്ട്. അപ്പം ആ ചായ ഉണ്ടാക്കി നമ്മളെ ബാക്കിൽ ബോക്സിലിട്ടിട്ടുണ്ട്. സോ നമ്മൾ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ഞാൻ ഇന്നലെ ആക്ച്വലി സ്റ്റോറി ഇട്ടായിരുന്നു. കരിയത്തുംപാറയാണ്. വലിയ ദൂരമൊന്നുമില്ല ഇവിടുന്ന്. നേരത്തെ പറഞ്ഞ പോലെ 50 കിലോമീറ്റർ പെട്ടെന്ന് എത്തും. ഇന്ന് ദുഃഖവെള്ളിയാണ്, അതുകൊണ്ട് കുറേ കടകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ചായ തണിയുന്നതിന് മുന്നേ നമ്മളവിടെ എത്തണം. 5:30-5:15 ആ ടൈമിനിട്ട് അലാറം വെച്ചതാണ്. ഞാൻ എണീച്ചത് 6:45. അലാറൊക്കെ അടിഞ്ഞ് ഓഫായി, അതിൻ്റെ വഴിക്ക് പോയി. ഞാൻ എൻ്റെ കംഫേർട്ടിന് എണീച്ചത്. വെയിൽ വന്ന് തുടങ്ങുന്നുണ്ട്. വണ്ടി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വലിയ ചൂടൊന്നും അറിയില്ല, വണ്ടി നിൽക്കുമ്പോഴൊക്കെ അറിയുള്ളൂ. ഈ റോഡ് ആക്ച്വലി നല്ല വൃത്തിയുള്ള നീണ്ടു നിവർന്നിറങ്ങുന്ന റോഡാണ്. പക്ഷേ ഈ റോഡിൻ്റെ അകത്ത് അവിടെ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതാ പറഞ്ഞ് നാവെടുത്തില്ല. കാരണം വെറൈറ്റി ആയിട്ട് ഹെൽമെറ്റ് പോലും ഇടാണ്ട് കയറണേ. അതാണ് പ്രശ്നം. റോഡ് നല്ല വൃത്തിയാണ്, പൊട്ടിച്ച് വിടാൻ തോന്നും. പക്ഷേ ആൾക്കാർ എപ്പോഴാണ് ചാടി വരികയെന്നറിയില്ല. ഇതുപോലെ രാവിലെ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെയിലടിക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. വളവിലൊരു ബസ്സുണ്ട്, നോക്കി പോയില്ലെങ്കിൽ അതിൻ്റെ നിതംബങ്ങളിൽ കൊണ്ട് ചേർക്കും. ഡെസ്റ്റിനേഷനെക്കാട്ടും കൂടുതൽ എൻജോയ് ചെയ്യണേ അതിലൂടെയുള്ള റൂട്ടാണ്. ആ റൂട്ട് അടിപൊളിയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്. അവരിപ്പോൾ കുണ്ടും കുഴിയും എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട റൂട്ടും ഇതുപോലത്തെ ഒരു ടീമുമൊക്കെ ആണെങ്കിൽ ഏത് മനസ്സിലായില്ലേ? നമ്മുടെ ഗുഡ് വൈബ് അങ്ങ് മാറി ബാഡ് വൈബ്. അടിപൊളി ടർഫ് കാണുന്നുണ്ട്. എൻ്റെ മോനെ റോഡൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ വൈബ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വയ്യ. കേരളത്തിലെ എല്ലാ റോഡും ഇതുപോലെ ടാർമാക്ക് വിരിച്ച പോലെയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ബ്രോ. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ബാലുശ്ശേരി എത്തിയിട്ടുണ്ട്. 22 കിലോമീറ്റേഴ്സ് ഡൺ. ഇനി ഇവിടുന്ന് ഒരു റൈറ്റ് എടുക്കാനുണ്ട്. റൈറ്റ് എടുത്തിട്ടൊരു 20 കിലോമീറ്റേഴ്സ് കൂടെ. റോഡ് ആസ്വദിച്ച് പോയതാ, നേരെ അങ്ങ് പോയി. ഓക്കെ, റൈറ്റ് എടുക്കണം. നമ്മൾ നേരെ പോയ സ്ഥിതിക്ക് ഇനിയിപ്പം ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്തിട്ട് ഞാൻ ബൈക്ക് മോഡിലാണ് കേട്ടോ ഗൂഗിൾ മാപ്പ്. എല്ലാം വിചാരിക്കുന്നു. അല്ല, നമ്മളെ ഗൂഗിൾ ആൻറ്റി പറയുന്നത് 35 മിനിറ്റിൽ നമ്മളവിടെ എത്തുന്നതാണ്. അയ്യോ, വാട്ടർ സപ്ലൈ അല്ലേ? ഞാൻ വെച്ച് മറ്റേ സെപ്റ്റിക്കാണ്. ഇതേതാണാവോ പാലം? ഓ, നമുക്ക് വരുന്ന വഴി പറ്റുവാണേലൊന്ന് അവിടെ കയറാം. ഉറപ്പൊന്നും പറയുന്നില്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പൂപ്പാ ഹെൽമെറ്റ് എവിടെ? റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ നോക്കി ഇങ്ങനെ, ഇനി റൈറ്റിലോട്ട് തന്നെയാണോ എൻ്റെ വീട് അതോ ഇനി ലെഫ്റ്റിലോട്ടാണോ എന്ന്. അവസാനം മൂപ്പർ ലെഫ്റ്റിലോട്ട് എടുത്ത് റൈറ്റിലോട്ട് കുരച്ചുണ്ടോ. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ. കൈത്തുമ്പിൽ നീലാകാശം കൺമുന്നിൽ കത്തണഗോൾ. Look at the road, man. Look at that road. ഏതാലേ? എനിക്ക് വയ്യ. ഞാൻ ഈ റൂട്ടല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, കുറേ ആയി വന്നിട്ട്. കോളേജ് ടൈം വന്നു, അപ്പോൾ 2-3 കൊല്ലമായി എന്തായാലും വന്നിട്ട്. ശരിയാ, 3 കൊല്ലമില്ല എവിടേക്ക് വന്നിട്ട്. എത്ര പെട്ടെന്നാ ബ്രോ 3 കൊല്ലമൊക്കെ പോയേ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഓക്കെ, എല്ലാ സീനില്ല. 10ാം ക്ലാസ് വരെ. +1 +2 പെട്ടെന്ന് പോയി. പിന്നെ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ പേജ് കീറുന്ന പോലെ ടൈം പോയേ, അത്രയും പെട്ടെന്ന്. ഓ, അപ്പോൾ നമുക്ക് നേരെ പോകണം. ഓ, ലുക്ക് അറ്റ് ദാറ്റ്. പണ്ടാരം വെയിലുണ്ടല്ലേ അവിടെയൊക്കെ. വെയിലിന് പൊടിപൂരമായിരിക്കും. ഓ ചേട്ടാ, ക്യാമറ കണ്ടുകൊണ്ട് നിർത്തി തന്നതാണോന്ന് ആരക്കറേ. സ്വതവേ അവരങ്ങനെ നിർത്താറില്ല, എടുക്കാറാ പതിവ്. ഇനി ഇവിടുത്തെ ഓട്ടോക്കാർ അടിപൊളിയാണോന്ന് എനിക്കറിയില്ല. എനിവേ, നല്ല ഓട്ടോക്കാരൻ.
ഇവിടെയൊക്കെ വൈബോസ്കിയാ. അയ്യോ എന്തായാലും വരുന്ന വഴി നോക്കാം.